നമസ്കാരം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ദിവസവും ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലൊരു ലേഖനമുണ്ട്. അതിൽ ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാം, പിന്നെ സിരി, അലക്സ പോലത്തെ വോയിസ് അസിസ്റ്റന്റുകൾ. വോയിസ് അസിസ്റ്റൻസ്. അതെ, പ്രിന്ററുകൾ, സ്കാനറുകൾ, പണ്ടത്തെ മോഡം വരെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കിയാലോ? എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, എന്താണ് വ്യത്യാസങ്ങൾ എന്നൊക്കെ? തീർച്ചയായും. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അതെ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ടെക്നോളജി എന്താന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടുന്നത് നല്ലതാണ്. ശരിയാണ്. ഈ ലേഖനം വെച്ച് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം ക്യാമറകൾ തന്നെ എടുക്കാം. ഇതിൽ പറയുന്നത് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ അത് 1975 കൊഡാക്കാണത്രേ ഉണ്ടാക്കിയത്. ഓഹോ, 1975. അതെ. ഫിലിമിന് പകരം മെമ്മറി കാർഡിലാണ് പടം പിടിക്കുന്നത്, ഡിജിറ്റലായിട്ട്. ശരിയാണ്. അതൊരു വലിയ മാറ്റമായിരുന്നല്ലോ. ഇത് ഇൻപുട്ടും ഔട്ട്പുട്ടും സാധ്യമാക്കുന്ന ഒരു ഡിവൈസാണെന്നും പറയുന്നുണ്ട്. ലെൻസ് വെളിച്ചം ഒരു സെൻസറിലേക്ക് ഫോക്കസ് ചെയ്യും, അങ്ങനെയല്ലേ? അതെ, കറക്റ്റ്. ആ സെൻസർ, അതായത് ഇമേജ് സെൻസർ, അത് CCD ആകാം അല്ലെങ്കിൽ CMOS ആകാം. ഈ സെൻസറാണ് ലൈറ്റിനെ ഡിജിറ്റൽ ഡാറ്റ ആക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ പോയിന്റിലെയും വെളിച്ചത്തിന്റെ അളവ് നോക്കി അതിനെ നമ്പറുകളാക്കി മാറ്റുന്നു. പിക്സലുകൾ. അതെ, പിക്സലുകൾ. ആ പിക്സലുകളുടെ എണ്ണമാണ് റെസൊല്യൂഷൻ. അത് കൂടുന്തോറും ചിത്രത്തിന് കൂടുതൽ വ്യക്തത കിട്ടും. ശരി ശരി. പിന്നെ വെബ് ക്യാം, അതും ഒരു തരം ഡിജിറ്റൽ ക്യാമറ തന്നെ. പക്ഷേ അതിന് സ്റ്റോറേജ് ഇല്ല, അല്ലേ? അതെ, അതിന് സ്വന്തമായി മെമ്മറിയില്ല. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. വീഡിയോ കോളുകൾക്കൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണല്ലോ. അതേലോ. ഇപ്പോ നമ്മൾ ഫോണിനോടും സ്പീക്കറിനോടുമൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ടല്ലോ. അതാണ് ഈ വോയിസ് ബേസ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സ്പീച്ച് റെക്കഗ്നിഷൻ. അതെ, മനുഷ്യന്റെ സംസാരം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ശരിയാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ കുറച്ചു വാക്കുകൾ മാത്രം തിരിച്ചറിയാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് പ്രീ ഡിഫൈൻഡ് വൊക്കാബുലറി. ഓക്കെ. അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളെ തന്നെ സിസ്റ്റം പഠിക്കും. നോൺ സ്പീക്കർ മോഡൽ. ആപ്പിളിന്റെ സിരിയും ആമസോണിന്റെ അലക്സയും ഇതിന് നല്ല ഉദാഹരണങ്ങളാണല്ലോ. തീർച്ചയായും. ഇവ രണ്ടും ശരിക്കും പറഞ്ഞാൽ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ. അതെ, ആ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സിരിക്ക് കുറച്ചുകൂടി ഒരു സംഭാഷണ രീതിയുണ്ട്. നമ്മുടെ പഴയ സംഭാഷണങ്ങൾ ഓർത്തുവെക്കാനും മറ്റ് ആപ്പുകളുമായി സംസാരിക്കാനൊക്കെ പറ്റും. ശരി. അലക്സ പ്രവർത്തിപ്പിക്കാൻ നമ്മളൊരു വേക്ക് വേർഡ് പറയണം. അലക്സ എന്നോ മറ്റോ വിളിക്കണം. അതെ, ഇതിന് ഇന്റർനെറ്റ് നിർബന്ധമാണ്. കാരണം കൂടുതൽ പ്രോസസ്സിംഗും നടക്കുന്നത് ക്ലൗഡിലാണ്. ഓക്കെ. ഇനി പ്രിന്ററുകളിലേക്ക് വരാം. കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ പേപ്പറിലാക്കാൻ പ്രധാനമായിട്ടും ഇംപാക്റ്റ്, നോൺ ഇംപാക്റ്റ്, അങ്ങനെ രണ്ടെണ്ണം. ഇംപാക്റ്റ് പ്രിന്റർ പേപ്പറിൽ ടച്ച് ചെയ്താണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശബ്ദമുണ്ടാകും. പഴയ ഡോട്ട് മാട്രിക്സ് പോലെ. അതെ, ഡോട്ട് മാട്രിക്സ്. പണ്ടത്തെ റെയിൽവേ ടിക്കറ്റിലൊക്കെ കാണുന്ന പ്രിന്റിംഗ്. ചെറിയ പിന്നുകൾ ഒരു മഷിയുള്ള റിബണിൽ തട്ടി ഡോട്ടുകൾ ഉണ്ടാക്കുന്നു. അതെ, ഡോട്ടുകൾ ചേർത്ത് വെച്ച് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. ശരിയാണ്. നോൺ ഇംപാക്റ്റ് പ്രിന്ററുകൾ പക്ഷെ സൈലന്റ് ആയിരിക്കും. അതിലൊന്നാണ് ലേസർ പ്രിന്റർ. ലേസർ. അത് ഒരു പേജ് മുഴുവനായിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഒരു ലേസർ ബീം ഉപയോഗിച്ച് ഡ്രമ്മിൽ ഒരു ഇമേജ് ഉണ്ടാക്കും. എന്നിട്ട് മഷിപ്പൊടി, അതായത് ടോണർ, അത് പേപ്പറിലേക്ക് മാറ്റും. ടെക്നോളജികൾ വന്നപ്പോ അക്ഷരങ്ങളുടെ അരികുകളൊക്കെ നല്ല സ്മൂത്തായി കിട്ടാൻ തുടങ്ങി. ഇനി സ്കാനർ. കടലാസിലുള്ളത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ. ഫോട്ടോ, ഡോക്യുമെന്റ് ഒക്കെ. ഇതിനും ലൈറ്റ് സെൻസറുകളാണ് ബേസിക്സ്, അല്ലേ? അതെ, ലൈറ്റ് അടിച്ചു, അത് തിരിച്ചു വരുന്നത് സെൻസ് ചെയ്ത് ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു. പ്രധാനമായിട്ടും ഫ്ലാറ്റ് ബെഡ്, നമ്മൾ സാധാരണ കാണുന്ന ഗ്ലാസ് ഉള്ള ടൈപ്പ്. അതെ. പിന്നെ ഹാൻഡ് ഹെൽഡ്, കയ്യിൽ പിടിച്ച് സ്കാൻ ചെയ്യാവുന്നത്. സ്കാനറിന്റെ ക്വാളിറ്റി പറയുന്നത് റെസൊല്യൂഷനിലാണല്ലോ. ഡോട്ട്സ് പെർ ഇഞ്ച്, DPI. അതെ, DPI. ഒരു ഇഞ്ചിൽ എത്ര ഡോട്ടുകളെ അതിന് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് കണക്ക്. ഇതിൽ ഒപ്റ്റിക്കൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ് അതിന്റെ ശരിക്കുള്ള കഴിവ്, ഹാർഡ്വെയറിന്റെ കഴിവ്. ഓക്കെ. ചിലപ്പോൾ ഇന്റർപോളേറ്റഡ് റെസൊല്യൂഷൻ എന്ന് കാണിക്കും. അത് സോഫ്റ്റ്വെയർ വെച്ച് കൂട്ടുന്നതാണ്. ഫയൽ സൈസ് കൂടുമെന്നല്ലാതെ ക്വാളിറ്റി കൂടില്ല. അത്രയ്ക്ക് ഡീറ്റെയിൽസ് കൂടില്ല. അതുകൊണ്ട്
ഒപ്റ്റിക്കൽ റെസല്യൂഷൻ നോക്കുന്നതാണ് നല്ലത്. പിന്നെ OCR എന്നൊരു ടെക്നോളജി, OCR. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അത് സ്കാൻ ചെയ്ത പേപ്പറിലെ അക്ഷരങ്ങളെ ടെക്സ്റ്റാക്കി മാറ്റും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ്. അത് കൊള്ളാം. പഴയ പുസ്തകങ്ങളൊക്കെ ഡിജിറ്റൈസ് ചെയ്യാൻ നല്ലതാണ്. വളരെ നല്ലതാണ്. അപ്പോ ഈ റെസല്യൂഷൻ കൂടുമ്പോൾ ഫയൽ സൈസും കൂടുമല്ലോ. ഏത് റെസല്യൂഷൻ തെരഞ്ഞെടുക്കണം? അത് ആവശ്യത്തിനനുസരിച്ചാണ്. വെറുതെ വെബിലിടാനാണെങ്കിൽ കുറഞ്ഞ DPI മതി, ഒരു 72 ഒക്കെ. പക്ഷേ പ്രിന്റ് ചെയ്യാനോ സൂക്ഷിച്ചു വെക്കാനോ ആണെങ്കിൽ ഒരു 300 DPI എങ്കിലും വേണം. ഓക്കെ. അതിൽ കൂടുതൽ വേണമെങ്കിൽ ആകാം, പക്ഷെ ഫയൽ സൈസ് കൂടും. ശരിയാണ്. ഇനി അവസാനമായിട്ട് മോഡം. പണ്ടത്തെ ഇന്റർനെറ്റ് ഓർക്കുമ്പോൾ മോഡം ഓർമ്മ വരും. ഡയലപ്പ് സൗണ്ട്. അതെ, കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിന്റെ അനലോഗ് സിഗ്നൽ ആക്കണം. അതാണ് മോഡുലേഷൻ. തിരിച്ചും അനലോഗിനെ ഡിജിറ്റൽ ആക്കണം, ഡിമോഡുലേഷൻ. അതെ, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ, അതാണ് മോഡം. ഡിജിറ്റൽ ഭാഷയും അനലോഗ് ഭാഷയും തമ്മിലുള്ളൊരു ട്രാൻസ്ലേറ്റർ. കറക്റ്റ്. ഇന്നത്തെ ബ്രോഡ്ബാൻഡും ഫൈബറും ഒക്കെ വരുന്നതിന് മുൻപ് ഇതായിരുന്നു ഗേറ്റ്വേ. അതെ. അപ്പം നമ്മൾ 1975-ലെ ഡിജിറ്റൽ ക്യാമറയിൽ തുടങ്ങി ഇന്നത്തെ AI അസിസ്റ്റന്റ് വരെ, അതുപോലെ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ മുതൽ ലേസർ വരെ, സ്കാനർ, മോഡം എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഒരു കാതൽ? വിവരങ്ങളെ പല രൂപത്തിലേക്ക് മാറ്റാനും ഉപയോഗിക്കാനും സഹായിക്കുന്നു. ശരിയാണ്. ഈ ടെക്നോളജികൾ എത്ര പെട്ടെന്നാണ് മാറുന്നതെന്നും ആലോചിക്കണം. അതെ അതെ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ ഉപകരണങ്ങളുടെയൊക്കെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക, കാര്യങ്ങൾ സാധിക്കുക, പ്രിന്റ് ചെയ്യുക, കണക്ട് ചെയ്യുക? ശരിയാണ്. ഫിസിക്കൽ ലോകവും ഡിജിറ്റൽ ലോകവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇനിയും എങ്ങനെ മായും? ഇതൊക്കെ നമുക്ക് തുടർന്ന് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്.